ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, മനുഷ്യനിൽ 3 ഗുണങ്ങളാണുള്ളത്. സാത്വിക ഗുണം, തമോ ഗുണം, രജോ ഗുണം. സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ ഏത് മാർഗത്തിലൂടെ പോകുമ്പോഴാണോ നമ്മൾ പരമാത്മാവിൻ്റെ അംശമാണെന്നും കേവലം ശരീരം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി സാത്വിക മാർഗത്തിലൂടെ ആത്മാവിന് ഉന്നതി ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്, അതിനെയാണ് സാത്വിക ഗുണം എന്ന് പറയുക. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ ഞാൻ ശരീരം മാത്രമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് രജോ ഗുണം എന്ന് പറയുക. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ശരിയേതെന്നോ തെറ്റേതെന്നോ തിരിച്ചറിയാതെ മുന്നോട്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുകയും മറ്റുള്ള ജീവികളെ പരിഗണിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുക. മൃഗങ്ങളെല്ലാം ജീവിക്കുന്നത് ഈ തമോ ഗുണ പെരുമാറ്റത്തിലൂടെയാണ്. അപ്പം പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം മാംസാഹാരത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഒരു സുഹൃത്ത് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൃഗങ്ങൾ മാംസം കഴിക്കുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും മൃഗങ്ങൾ തമോ ഗുണാധിഷ്ഠിതമായ പെരുമാറ്റത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് അവർക്കത് ശരിയത് തെറ്റെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ.